കാസർഗോഡ് കുമ്പള ടോൾ പ്ലാസയിൽ രാഷ്ട്രീയ വിവാദം. ടോൾ നിർത്തലാക്കാൻ ഇടപെട്ടതിനെ ചൊല്ലി ബിജെപിക്കുള്ളതിലും ഭിന്നതയുണ്ട്. ഇടപെട്ടത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ജില്ലാ നേതൃത്വവുമാണെന്ന് കാസർഗോഡ് ബിജെപി ജില്ലാ അധ്യക്ഷ ML അശ്വിനി അവകാശപ്പെട്ടു. ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് കെ സുരേന്ദ്രനാണെന്ന പ്രചാരണം സമൂഹമാധ്യമങ്ങളിൽ ശക്തമാക്കുന്നതിനിടെയാണ് അശ്വിനിയുടെ പ്രതികരണം. ബിജെപി ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് വഴിയായിട്ട് ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് പ്രസിഡന്റ് ഇസ് ദ മെയിൻ റോളാണ് എല്ലായിടത്തും. ഇവിടുത്തെ MLA അത് അറിയാണ്ട്, ബിക്കോസ് എങ്ങനെയാണ് പോവണം എന്ന് അറിയാണ്ട് ജനങ്ങൾക്ക് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ മുന്നോടി വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ആ ജനകീയ കൂട്ടായ്മത്തിന്റെ സമരം തോറ്റുപോയി. ബിക്കോസ് കോടതിയിൽ വിധി വന്നു. ടോൾ പിരിവ് അവസാനിപ്പിച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ സമര വിജയമാണെന്ന് അവകാശപ്പെട്ട് AKM അഷ്റഫ് MLAയും രംഗത്തെത്തി. ഏറ്റവും ഭീകരമായ അന്യായമായ ഒരു ടോളിനെതിരെ നടത്തിയ ഒരു സമരമാണ് വിജയം കണ്ടിരിക്കുന്നത്. ഈ വിജയം ആരുടേതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പലർക്കും ഫേസ്ബുക്കിൽ വന്ന് അവകാശവാദം വന്നേ, ഇപ്പൊ പലർക്കും പത്രസമ്മേളനം നടത്തി ഞങ്ങൾ റദ്ദ് ചെയ്തു എന്ന് പറയാം. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഈ കേസിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും BJP-കാരനുണ്ടോ? ഈ സമരമുഖത്ത് ഏതെങ്കിലും BJP-ന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഈ സമരമുഖത്ത് BJP-ന്റെ പങ്കാളിത്തമുണ്ടോ? അനാവശ്യമായി വന്ന ഒരു ടോളിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് വീട്ടിൽ കയറി മാറി നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സേവനമാണ് ഈ സമരത്തിന്റെ വിജയം കാണുമ്പോൾ എല്ലാവർക്കും, ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക്, പ്രാർത്ഥിച്ചവർക്ക് നന്ദി രേഖപ്പെടുന്നത്. അരുൺ പൂപ്പറമ്പയും VS രഞ്ജിത്തും വിവരങ്ങളുമായി. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്കാണ്. അരുൺ, ഇപ്പോൾ ഈ ടോൾ പിരിവ് നിർത്തലാക്കുന്നതിൽ ഒരുപാട് അവകാശവാദികൾ എത്തുകയാണോ? ഇപ്പോൾ സമരമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധ സമരങ്ങൾ, മണിക്കൂറുകളോളമുള്ള സമരത്തിനെ പോലീസ് കൈകാര്യം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമരത്തിനൊടുവിൽ അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ട് നടപ്പാക്കിയതാണ് എന്നതാണോ അശ്വിനിയുടെ അവകാശവാദം? സ്മൃതി, തീർച്ചയായും വലിയ സമരങ്ങൾക്കൊടുവിലാണ് ആ കുമ്പളയിൽ ടോൾ പിരിവ് അവസാനിപ്പിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിവരം ആദ്യമായി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. അതിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ സജീവമാണ്. ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ അടിത്തട്ടിലുള്ള യോഗങ്ങളിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ പങ്കെടുക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ BJP-യുടെ ജില്ലാ നേതൃത്വം ML അശ്വിനി മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് ഇതിൽ നേരത്തെ തന്നെ BJP ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൽ മെയ് മാസം മുതൽ 9 മാസം മുമ്പ് നടത്തിയ ഇടപെടലാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സെപ്റ്റംബർ മാസത്തിൽ ഈ നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത് BJP സംസ്ഥാന നേതൃത്വവും കെ സുരേന്ദ്രൻ തമ്മിലുള്ള പോരാണ് എന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഇതിൽ ആദ്യം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വന്നത് സുരേന്ദ്രനാണ്. മഞ്ചേശ്വരത്തെ അടുത്ത സ്ഥാനാർത്ഥിത്വവും സുരേന്ദ്രൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ BJP-ക്കകത്തെ യുദ്ധമായി ഇതിനെ വിലയിരുത്തേണ്ടി വരില്ലേ? സ്മൃതി, തുടക്കത്തിൽ ഇത് മഞ്ചേശ്വരം MLA-യും മഞ്ചേശ്വരത്തിൽ നിയുക്ത സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന കെ സുരേന്ദ്രൻ തമ്മിലുള്ള ഒരു അവകാശവാദത്തിലെ പോര് എന്ന രീതിയിലേക്കാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാനത്തിൽ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് എത്തുന്നത് BJP-ക്കുള്ളിൽ തന്നെ ഈ അവകാശവാദത്തിൽ രണ്ട് വാദങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്ന്, ML അശ്വിനി പറയുന്നു ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവുമായി ചേർന്ന് ദേശീയ നേതൃത്വവുമായിട്ടൊക്കെ ചേർന്ന് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ തീരുമാനം ഉണ്ടാക്കിയതെന്ന്. കെ സുരേന്ദ്രനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നേരത്തെ തന്നെ തന്റെ അവകാശവാദം, അത് സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ഒരാളെന്ന രീതിയിൽ സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും കിട്ടേണ്ട ഒരു ആനുകൂല്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ട്. ഒരു സ്വാഭാവികമായിട്ടും അദ്ദേഹം മഞ്ചേശ്വരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അതില്ല എന്ന് പറയത്തക്ക രീതിയിലേക്ക് ML അശ്വിനി മാറുന്നതിന് പിന്നിൽ രണ്ട് രാഷ്ട്രീയമുണ്ട്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരനുമായി കൂട്ടുചേരുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം ML അശ്വിനി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതുമാണ്. VS രഞ്ജിത്തും അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ